ഹായ് കൂട്ടുകാരെ, പാലക്കാടൻ പച്ചക്കാന്തിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ദോശയ്ക്കൊപ്പവും ഇഡ്ലിക്കൊപ്പവും കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു സമ്മന്തി. ഇതിനായിട്ട് ഞാൻ 10ഓളം പച്ചമുളകാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് അധികം ചെറിയുള്ളിയും കറിവേപ്പിലയും ഉപ്പും കടുകുമാണ് ആവശ്യമുള്ള സാധനങ്ങൾ. മിക്സിയുടെ ചെറിയ ജാറിനകത്തോട്ട് ഈ ഉള്ളിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. കൂടെ തന്നെ ഈ മുളക് അധികം എരിവില്ലാത്തതാണ്. എരിവ് നിങ്ങളുടെ പാകത്തിന് അനുസരിച്ച് എടുത്തോളുക. കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഒരു 2 കറിവേപ്പിലയും കൂടെ ചെറിയ തണ്ട് കൂടെ ഇട്ട് കൊടുത്തിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് നല്ല പച്ച നിറത്തിൽ ഇങ്ങനെ പേസ്റ്റ് പോലെ അരഞ്ഞു വന്നിട്ടുണ്ട്. ഇതിനി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഒരു സ്വല്പം വെള്ളം ചേർത്താൻ മറക്കരുതേ, എന്നാലേ ഇങ്ങനെ പാകമായിട്ട് കിട്ടുകയുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടാം. ഈ ഒരു കാന്തിയുടെ രുചി എന്ന് പറയുന്നത് ഇതിൽ വറുത്തിടുന്ന രീതിയാണ്. ഈ വറുത്തിടുന്നതിലാണ് അതിൻ്റെ രുചി ഇരിക്കുന്നത്. അപ്പോൾ പാന് നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിൽ കുറച്ച് അധികം വെളിച്ചെണ്ണ തന്നെ നമുക്ക് പകർന്നു കൊടുക്കണം. കാരണം ഇതിൻ്റെ എരിവൊന്ന് കറക്റ്റ് ആവാൻ വേണ്ടിയാണ്. കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ചെയ്യും. 5 ടീസ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എണ്ണ നല്ലോണം ചൂടായി വരുമ്പോൾ നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ കുറച്ച് പൊട്ടുകടലയും ഒരു വറ്റൽമുളകുമാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു കടല ഒരു ബ്രൗൺ നിറമായി വരുന്നത് വരെ ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യമുള്ള കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തുകൊണ്ട് തീയെ ഓഫ് ചെയ്യാം. എന്നിട്ട് ഈ ഇല ഒന്ന് ഇളക്കി കൊടുക്കാം. ഇല കൂടി ഒന്നും ഇങ്ങോട്ട് മൂത്ത് വരണം. നല്ലോണം കരിയാൻ പാടില്ല ഈ ഇല, കാരണം ഒരു പച്ച കളറിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ആദ്യമേ ചേർക്കാതിരുന്നത്. അപ്പോൾ നല്ലൊരു പരുവായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് നമ്മുടെ പച്ചക്കാന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നല്ല രുചിയുള്ള ഒരു സമ്മന്തിയാണിത്. ഇത് നമുക്ക് ദോശയ്ക്കൊപ്പം വിളമ്പാം. ദോശയ്ക്കൊപ്പം ഇത് കഴിക്കുമ്പോൾ ദോശ ചൂടോടെ കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോഴാണ് ഇതിൻ്റെ യഥാർത്ഥ രുചി നമുക്ക് മനസ്സിലാവുന്നത്. നമ്മളിപ്പോൾ ടൂറൊക്കെ പോകുമ്പോൾ ഈ ഒരു ദോശയും ഈ ഒരു കറിയും കൊണ്ടുപോവുകയാണെങ്കിൽ നമുക്ക് ഒരിക്കലും ഇത് കേടാവുകയില്ല. ഇത് കുറേ നേരം ഇരുന്നാലും കേടാവാത്ത ഒരു സമ്മന്തി കൂടിയാണ്. അപ്പം നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ദോശക്കൊപ്പം നമുക്ക് ഈ സമ്മന്തി വിളമ്പിയാലോ. നല്ല പൊന്നിയരിയും ഉണക്കലരിയും ചേർത്ത നല്ല ദോശയാണ്, പട്ടപ്പൻ ദോശയാണ്. ഇത് നമുക്കിവിടെ വെച്ചിട്ട് നമുക്ക് ഈ സമ്മന്തി ഇതിൻ്റെ അരിയിലേക്ക് ഇങ്ങനെ ഇളക്കി നല്ലപോലെ ഈ എണ്ണയും പൊട്ടുകടലയും മുളകുമൊക്കെ ഇങ്ങനെ ഇളക്കി യോജിപ്പിച്ച ശേഷം ദോശയ്ക്കൊപ്പം നമുക്ക് കൂട്ടാം. ട്രൈ ചെയ്യൂ. ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ ചാനൽ.